ഹലോ ഗൈസ്, എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മളിതിന് മുൻപ് ചെയ്ത ക്യാമ്പർ സെറ്റപ്പിൻ്റെ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഒരുപാട് പേര് ആ ക്യാമ്പർ സീരീസിൻ്റെ ട്രാവലോഗ് സീരീസ് എല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഒരു ജോലി സംബന്ധമായ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിനെ നമ്മൾ ക്യാമ്പർ സെറ്റപ്പിലേക്ക് മാറ്റാൻ ശ്രമിച്ചത്. ഇതിൻ്റെ ഇടയിൽ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ വണ്ടിയുടെ ഒരു സ്പെസിഫിക്കേഷൻ റിവ്യൂ ആണ്. സാധാരണ കാണുന്ന മാരുതി 800ൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എൻജിൻ ബേ ആണ് നമ്മുടെ വണ്ടിക്കുള്ളത്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായി കാണുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു എൻജിൻ ബേ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടിട്ട് നമുക്കിനി റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ക്യാമ്പർ കാറായുള്ള gvEESOനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1999 മോഡൽ വണ്ടിയാണ്. ഡിസംബർ മാസത്തിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. ഡൽഹിയിൽ നിന്നാണ് ഈ വണ്ടി എടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ മാരുതി സുസുക്കിയുടെ ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് നമ്മുടെ ക്യാമ്പർ കാറായിട്ടുള്ള gvEESO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്പെഷ്യൽ എഡിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഒരു എൻജിൻ പ്രീ ഹീറ്ററോട് കൂടിയിട്ടാണ് വരുന്നത്. ഓക്കെ, അതായത് തണുത്ത കാലാവസ്ഥയിലും വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം നമ്മുടെ എൻജിൻ ബേയിൽ മാരുതി സുസുക്കി തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളിതിനെ ഒരു സ്പെഷ്യൽ എഡിഷൻ മാരുതി 800 എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇതെന്തായാലും ഞാൻ തുറന്ന് കാണിച്ചു തരാം എന്താണ് ഇതിൻ്റെ സ്പെഷ്യൽ എഡിഷൻ എന്ന് പറയാൻ കാരണം എന്നുള്ളത്. ഞാൻ എൻജിൻ ബേ ഒന്ന് തുറന്ന് കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയിൽ കംപ്ലീറ്റ്ലി സ്റ്റോക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഒരു കാറ് ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക അത് മാത്രമേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ വണ്ടി 1999 മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ 2 ടെസ്റ്റ് കഴിഞ്ഞു. അതായത് 15 കൊല്ലത്തൊരു ടെസ്റ്റ് കഴിഞ്ഞു, അതിനുശേഷം 5 കൊല്ലത്തൊരു ടെസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ റീസെൻ്റ്ലി ടെസ്റ്റ് കഴിഞ്ഞിട്ട് 1 കൊല്ലം ആവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആ ടെസ്റ്റിൻ്റെ സമയത്ത് ഈ വണ്ടിക്കകത്ത് എന്തൊക്കെ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കംപ്ലീറ്റ്ലി നമ്മൾ എടുത്തു മാറ്റി. സബ് വൂഫർ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ വളരെ മിനിമലിസ്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ പുറകിൽ കിടക്കുന്നത്, നമ്മുടെ gvEESO എന്ന് ഞാൻ വിളിക്കുന്ന ഈ കാറ്. ഓക്കെ, അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട്. അത് നമ്മൾ ചെറിയ ബിറ്റായിട്ട് വേറെ വീഡിയോസിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സെൻട്രൽ ലോക്കിംഗ് ഉണ്ട്, റിമോട്ട് ലോക്കിംഗ് ഉണ്ട്, ആൻറ്റി തെഫ്റ്റ് അലാം ഉണ്ട്, അതുപോലെ ഇമ്പാക്റ്റ് സെൻസിങ് അലാമും ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ വണ്ടി മൊത്തത്തിൽ നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണിലാണ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്കും വൈറ്റും ടോണിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വേറെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. സീറ്റ്സ് എല്ലാം ഒറിജിനൽ സീറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് പിന്നെ എൻ്റെ പിള്ളേരോട് വേണ്ട പറയാനുള്ളത്, നിങ്ങളെനിക്ക് 2017 തന്നിട്ടുള്ള സെയിം സാധനം തന്നെയാണ് അകത്ത് തൂക്കിയിട്ടേക്കുന്നുണ്ട്. നിങ്ങളന്ന് എനിക്ക് ടീച്ചേഴ്സ് ഡേയിൽ തന്നില്ലേ ഒരു സാധനം, അത് സെയിം സാധനം തന്നെയാണ് ഇപ്പോഴും അതിനകത്ത് വണ്ടിക്കകത്ത് നമ്മൾ തൂക്കിയിട്ടുള്ളത്. പിന്നെ വണ്ടി നമ്മൾ അഡീഷണലി പിന്നീട് AC ഫിക്സ് ചെയ്തതാണ് കേട്ടോ. വണ്ടി എടുക്കുമ്പോൾ AC വണ്ടി അല്ലായിരുന്നു, പിന്നീട് നമ്മൾ AC ഫിക്സ് ചെയ്തതാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി കാർബറേറ്റഡ് എൻജിനാണ്, MPFI അല്ല. മൈലേജ് ഏതാണ്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഏതാണ്ട് 20 കിലോമീറ്റേഴ്സ് ആൻഡ് എബോവ് നമുക്ക് കിട്ടുന്നതായിട്ട് ഒരിക്കൽ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി. പിന്നെ വണ്ടി വളരെ എൻജിൻ കണ്ടീഷൻസ് എല്ലാം വളരെ കറക്റ്റാണ്, അതിൻ്റെ ട്യൂണിങ് എല്ലാം കറക്റ്റാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സൈലൻസറിനകത്ത് കൂടെ വെള്ളം വരും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ വണ്ടിയുടെ എൻജിൻ കണ്ടീഷൻ അടിപൊളിയാണെന്നാണ് അർത്ഥം. ഓക്കെ, അതായത് കമ്പഷൻ കറക്റ്റായി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് അവിടെ വെള്ളം ബൈ പ്രൊഡക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ള കാര്യം പിന്നെ വേറൊന്നും പറയാനില്ല. വണ്ടിക്കകത്ത് ഒരുപാട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയും നല്ലായിരുന്നു വണ്ടി. അതായത് ഒരു 2009 കാലഘട്ടങ്ങളിൽ വണ്ടിയൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. അന്നത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ വളരെ കുറവാണ്. അതിൻ്റെ അടിയിൽ ഫുൾ ലൈറ്റ്സൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന വണ്ടിയാണ്. പക്ഷേ ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഒരു ആൻറ്റീക്ക് ആൻഡ് വിൻറ്റേജ് കാറായിട്ട് നിലനിർത്തണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഇത് മാരുതിയുടെ ടൈപ്പ് 3 വണ്ടിയാണ് കേട്ടോ. അതായത് ആദ്യം ജാപ്പനീസ് മോഡൽ ഇറങ്ങി, ദെൻ സ്ക്വയർ ഹെഡ്ലൈറ്റ് ഇറങ്ങി, അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള ഹെഡ്ലൈറ്റ് സിസ്റ്റമാണ് ഈ വന്നിട്ടുള്ളത്. അപ്പോൾ വണ്ടീനെ എനിക്കൊരു വളരെ വിൻറ്റേജ് ലുക്കിൽ നിലനിർത്തണം. അതായത് സ്റ്റോക്ക് വണ്ടി, ഓക്കെ, ഒരു ഓർമ്മ എന്നുള്ള രീതിയിൽ നിലനിർത്തണം എന്നുള്ളതാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സ്റ്റേണൽ ബ്യൂട്ടിയിൽ ഞാൻ അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. അതായത് മോഡിഫിക്കേഷൻസ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷേ വണ്ടി വളരെ ഷോറൂം കണ്ടീഷനിൽ നിലനിർത്തണം എന്നൊരു ആഗ്രഹം. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ നമ്മൾ അന്നൊരു ചെറിയ ക്യാമ്പർ സെറ്റപ്പ് കണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത്. എന്തായാലും വേറെ വീഡിയോസിലൂടെയൊക്കെ നമുക്ക് ഇനിയും കാണാം. അപ്പോൾ അതുവരെയ്ക്കും ബൈ. അപ്പോൾ എന്തായാലും ഞാൻ എൻജിൻ ബേ ഒന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. എൻജിൻ ബേ തുറന്ന് കാണിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു ബാക്കിയുള്ള മാരുതി 800ഉം ഈ വണ്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്, കാരണം നമ്മൾ ട്രൈപോഡ് വെച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ മൈക്കെല്ലാം കുത്തിയിട്ടുള്ള കാരണം ഇത് ചിലപ്പോൾ ഫോണൊക്കെ തട്ടി വിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് ഞാൻ എൻജിൻ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും വണ്ടിയുടെ എൻജിൻ ബേ ഒക്കെ തുറന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ താക്കോൽ കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ സെൻറ്റർ ലോക്കിംഗ്, ആൻറ്റി തെഫ്റ്റ് എല്ലാം, ഇമ്പാക്ട് സെൻസിങ് എന്നുള്ള പറഞ്ഞില്ലേ, അതാണ് ഈ താക്കോൽ. അപ്പോൾ ഇനി എന്തായാലും എൻജിൻ ബേ ഞാൻ കാണിച്ചു തരാം. വളരെ കൊതുകുള്ളൊരു സ്ഥലമാണ്, നിൽക്കാൻ പറ്റുന്നില്ല അത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ മൈക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ എൻജിൻ ബേയും വണ്ടിയുടെ ഒരു വാക്ക് അറൗണ്ടും കാണിച്ചിട്ട് ഈ വീഡിയോ ഒന്ന് വൈൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ശരി, അപ്പോൾ എൻജിൻ ബേ കാണാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടിയുടെ എൻജിൻ ബേ കേട്ടോ. അപ്പോൾ എൻജിൻ ബേ കാണുമ്പോൾ തന്നെ മാരുതിക്കാരനെ കുറിച്ച് അറിവുള്ള ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും ഈ വണ്ടിയുടെ എൻജിന് എന്താണ് പ്രത്യേകത എന്നുള്ളത് കറക്റ്റായിട്ട് അങ്ങ് മനസ്സിലാവും. കാരണം സാധാരണ മാരുതി 800 ഇങ്ങനെ 2 പൈപ്പ് ഒരിക്കലും വരാറില്ല. ഓക്കെ, അതുതന്നെയാണ് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആമറോണിൻ്റെ ബാറ്ററിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിനകത്ത് ചെക്ക് ചെയ്യാനൊക്കെ വരും, ബാറ്ററി ലൈഫൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കാണുന്നുണ്ടോയെന്നറിയില്ല. ഇപ്പോൾ ഇതിനകത്ത് പച്ച കളറാണുള്ളത്. ഇതിനകത്തിപ്പോൾ നമുക്ക് പച്ച കളറാണുള്ളത്. അപ്പോൾ ബാറ്ററിയൊക്കെ ഹെൽത്തിയാണ് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇത് നമ്മുടെ ബസറെല്ലാം ഉണ്ട്, ഹൈ ക്വാളിറ്റി ബസർ തന്നെയുണ്ട് വെച്ചിട്ടുള്ളത്. ഭയങ്കര ലൗഡായിട്ടുള്ള ബസറാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ മാരുതി 800 വെച്ചിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കിയുള്ള മാരുതി 800 ഈ സാധനം വരുന്നുണ്ടോ എന്നുള്ളത്. ഇത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാവാനൊക്കെ വേണ്ടിയും കൂടിയാണ് ഈ സംഭവം സെറ്റപ്പ്. മാരുതി കമ്പനി തന്നെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ്, നമ്മളായിട്ട് ചെയ്തിട്ടുള്ളതല്ല, മാരുതി കമ്പനി ചെയ്തിട്ടുള്ളതാണ്.